ഹരേ കൃഷ്ണ ബ്രോ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേക്ഷായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തം മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാബ്ധമഹം വന്ദേ ശ്രീഗുരും ദിനധാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. അപ്പൊ നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 ശ്ലോകം 210 വരെയാണ് നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയത്. അപ്പൊ എനിക്ക് തോന്നണത് നമുക്ക് 211 നിന്ന് കണ്ടിന്യൂ ചെയ്യാം. പ്രഭു ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 3-4 ശ്ലോകം ഇന്നലത്തെ പോലെ വായിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. പ്രഭു വരുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇപ്പൊ 211 നമുക്ക് വായിക്കാം. ഒരു 3-4 വെച്ചിട്ട് വായിച്ചു പോകാം. ഒരു സെക്കൻഡ് ഗോപാൽ പ്രഭു ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഗോപാൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കൊരു 5 മിനിറ്റ് വേണം, ഞാൻ പുറത്താണ്. ശരി, ഞങ്ങള് വായന കണ്ടിന്യൂ ചെയ്യാം. പ്രഭു ജോയിൻ ചെയ്യുമ്പോൾ. ഹരേ കൃഷ്ണ. അപ്പോ 211 നിന്നൊരു 3-4 ശ്ലോകം വെച്ച് വായിക്കാം. 212 ഭാവാർത്ഥം ഒത്തിരി വലുതാണ്. അപ്പൊ എനിക്ക് 211 212 നമുക്ക് വായിക്കാം. തുടങ്ങാം. ആദ്യം ആരാണ് വായിക്കുന്നത്? ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം പ്രഭു. തുടങ്ങിക്കോളൂ പ്രഭു. ഹരേ കൃഷ്ണ. ആരെങ്കിലും നീ പറയോ, ഇല്ലെങ്കിൽ തുടങ്ങാം. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ. ശ്ലോകം 211. കൃഷ്ണേര കീർത്തന കരേ നീജ ബാഠ ബാഠ ഏയ് പാപേ നവദ്വീപ ഹൈ ബേ ഉജാട. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. ഇപ്പോൾ ഇതാ നീലകുലജാതരം വീണ്ടും വീണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം ചെയ്യുകയാണ്. ഈ മഹാപ്രവൃത്തി മൂലം നവദ്വീപ് നഗരം മുഴുവൻ തരിശാക്കപ്പെടും. ശ്ലോകം 212. ഹിന്ദുശാസ്ത്രേ ഈശ്വര നാമ മഹാമന്ത്രജാനി സർവലോകശ്വിനിലെ മന്ത്രേരവീര്യ ഹയാഹാനി. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. ഹിന്ദുശാസ്ത്രപ്രകാരം ഈശ്വരനാമമാണ് ഏറ്റവും ശക്തമായ മന്ത്രം. എന്നാൽ നാമസങ്കീർത്തനം എല്ലാവരും ശ്രവിക്കുന്ന പക്ഷം മന്ത്രത്തിന്റെ ശക്തി തന്നെ നഷ്ടമായി പോകും. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക് ജയ. ഭഗവാന്റെ ദിവ്യ നാമകീർത്തനത്തിനെതിരായുള്ള അപരാധങ്ങളുടെ പട്ടികയിൽ ഇങ്ങനെ പറയുന്നു: ധർമ്മവൃത ത്യാഗ ഹുദാദി സർവശുഭ ക്രിയാസാമ്യം അഭിപ്രമാദ. ഭഗവാന്റെ ദിവ്യ നാമകീർത്തനം ഏതെങ്കിലും ശുഭകർമ്മ ആചരണത്തിന് സമമായി കണക്കാക്കുന്ന പക്ഷം അത് ഒരു അപരാധമാണ്. ഭൗതികമായ കാഴ്ചപ്പാടിൽ ധാർമ്മിക കർമ്മം ആചരിക്കുന്നത് ലോകക്ഷേമത്തിന് വേണ്ടിയുള്ള മംഗളകരമായ ഒരു അന്തരീക്ഷം നേടുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ഭൗതികവാദികൾ സുഖജീവിതത്തിനും അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സങ്ങളില്ലാതെ നിർവഹിക്കുന്നതിനും വേണ്ടി ധർമ്മതത്വങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു.
അവർക്ക് ഈശ്വരന്റെ അസ്തിത്വത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ അവർ ഈശ്വരൻ അവ്യക്തനാണെന്നും ഈശ്വരനെ ഏതു രൂപത്തിലും സങ്കല്പിക്കാമെന്നുള്ള ആശയം ഉണ്ടാക്കിക്കൂട്ടുന്നു. അപ്രകാരം അവർ ദേവന്മാരുടെ അനേകം രൂപങ്ങളെ പരമപുരുഷന്റെ വ്യത്യസ്ത പ്രാതിനിധ്യങ്ങളായി അല്ലെങ്കിൽ പ്രത്യക്ഷങ്ങളായി പരിഗണിക്കുന്നു. അവ ബഹു ഈശ്വരവാദികൾ അഥവാ ബഹുദേവതാ ഉപാസകർ എന്ന് വിളിക്കപ്പെടുന്നു. അവർ ദേവന്മാരുടെ നാമങ്ങളുടെ കീർത്തനം ഒരു മംഗളപ്രവൃത്തിയായി കണക്കാക്കുന്നു. ഒരുവന് ദുർഗ, കാളി, ശിവൻ, കൃഷ്ണൻ, രാമൻ എന്നിങ്ങനെ ഏത് നാമവും കീർത്തനം ചെയ്യാമെന്നും എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിൽ മംഗളകരമായ ഒരു അന്തരീക്ഷം ഉളവാക്കുന്നതിന് ഏത് നാമത്തിനും സാധിക്കുമെന്നും പ്രസ്താവിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനാൽ അവർ പാഷാണ്ഡികൾ, മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. അത്തരം പാഷാണ്ഡികൾക്ക് കൃഷ്ണനാമ കീർത്തനം ചെയ്യുന്നതിന്റെ യഥാർത്ഥ മൂല്യം അറിയില്ല. ബ്രാഹ്മണരായുള്ള അവരുടെ ജന്മത്തിലും തൽഫലമായി സാമൂഹ്യ ക്രമത്തിലുള്ള ഉന്നത പദവിയിലും അഹങ്കരിക്കുന്നവർ മറ്റു വിഭാഗങ്ങളെ ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അധമവർഗങ്ങളായി കണക്കാക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യാനാവില്ല. മറ്റുള്ളവർ കീർത്തനം ചെയ്താൽ ദിവ്യനാമത്തിന്റെ ശക്തി കുറഞ്ഞു പോകുമത്രേ. ഭഗവാൻ കൃഷ്ണന്റെ നാമത്തിന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് അറിവില്ല. ബഹുനാരദീയ പുരാണം ശുപാർശ ചെയ്യുന്നു. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തിയേവ വിതരണ്യത. ഈ കലിയുഗത്തിൽ ആത്മീയ പുരോഗതിക്ക് ഹരിയുടെ തിരുനാമ ജപമല്ലാതെ മറ്റൊരു മാർഗമില്ല. കൃഷ്ണന്റെ തിരുനാമത്തിന്റെ ശക്തി അത്ര മഹത്തായതിനാൽ അതിന്റെ കീർത്തനം കൊണ്ട് മാത്രം ഒരുവന് മോചിതനാകാൻ കഴിയുമെന്ന് പാഷാണ്ഡികൾ അംഗീകരിക്കില്ല. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ 12:3-51 സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കൃഷ്ണന്റെ തിരുനാമ കീർത്തനം ചെയ്യുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ഏതൊരുവനും സ്വതന്ത്രനാകാനും മരണാനന്തരം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയും. ഒരു ബ്രാഹ്മണനൊഴികെ ആര് കീർത്തനം ചെയ്താലും തിരുനാമത്തിന്റെ ശക്തി നശിക്കുമെന്ന് തമ്മാടികളായ പാഷാണ്ഡികൾ ചിന്തിക്കുന്നു. അവരുടെ വിധിയനുസരിച്ച് അബ്രാഹ്മണൻ നാമകീർത്തനം ചെയ്താൽ പതിതാത്മാക്കൾ മോചിതരാകുന്നതിന് പകരം തിരുനാമത്തിന്റെ ശക്തി കുറയുന്നു. അനേകം ഈശ്വരന്മാരിൽ വിശ്വസിക്കുകയും കൃഷ്ണന്റെ തിരുനാമ കീർത്തനം മറ്റു മന്ത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമല്ലെന്ന് കരുതുകയും ചെയ്യുന്ന ഈ പാഷാണ്ഡികൾ ശാസ്ത്രവചനം വിശ്വസിക്കുന്നില്ല. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ശിഷ്ടാഷ്ടകത്തിൽ സ്ഥിരീകരിക്കുന്നു, കീർത്തനീയ സദാ ഹരി. ഒരുവൻ എല്ലായ്പ്പോഴും ദിവസവും 24 മണിക്കൂറും കൃഷ്ണന്റെ തിരുനാമം കീർത്തനം ചെയ്യണം. പതിതാത്മാക്കളായ പാഷാണ്ഡികൾ ബ്രാഹ്മണ കുടുംബങ്ങളുടെ പേരിൽ അനർഹമായി അഹങ്കരിക്കുന്നു. ഹരിനാമം എല്ലാ പതിതാത്മാക്കളെയും ഉദ്ധരിക്കുന്നു എന്നതിന് പകരം അധമകുലത്തിലുള്ളവർ ഹരിനാമം നിരന്തരം ജപിച്ചാൽ ഹരിനാമത്തിന്റെ ശക്തി നഷ്ടമാകുമെന്ന് ഇക്കൂട്ടർ ധരിക്കുന്നു. 211 ശ്ലോകത്തിലെ കൃഷ്ണേര കീർത്തന കരേ നീജ ബാഡ ബാഡ എന്നീ അർത്ഥവത്തായ വാക്കുകൾ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ആർക്കും ചേരാമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ശ്രീ ഭാഗവതത്തിൽ 2:4-18 സ്വീകരിച്ചിട്ടുണ്ട്. കിരാത ഹൂണാന്ധ്ര ഉളിന്ദ പുൽക്കഷ ആബീരശുംഭായ വനസാദയ. ചണ്ടാളന്മാരുടെ പേരുകളുടെ ഒരു പട്ടികയാണിത്. ഈ അധർമ്മവർഗത്തിലുള്ള ആളുകളെ കീർത്തനം ചെയ്യാൻ അനുവദിക്കുന്ന പക്ഷം അവരുടെ സ്വാധീനം വർദ്ധിക്കുമെന്ന് പാഷാണ്ഡികൾ പറയുന്നു. മറ്റുള്ളവരും ആധ്യാത്മികമായി ഉയരണമെന്ന ആശയം അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ കുത്തക അവകാശമുള്ള ഉയർന്ന ബ്രാഹ്മണ കുടുംബങ്ങളിൽ ജനിച്ചിരുന്ന അവരുടെ മിഥ്യാഹങ്കാരത്തിന് അത് കടിഞ്ഞാടും. പക്ഷേ ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്നവരും ജാതി ബ്രാഹ്മണരുടെയും പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ശാസ്ത്രങ്ങൾക്കും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും ആജ്ഞ അനുസരിച്ച് കൃഷ്ണാവത പ്രസ്ഥാനം ലോകത്തെ എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നു. അപ്രകാരം ഞങ്ങൾ ധാരാളം പതിതാത്മാക്കളെ മോചിപ്പിക്കുകയും അവരെ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ അർഹരാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശ്ലോകം 213. ഗ്രാമേര
ठाकुरा तुम्ही सभा तुम्हारा जना निमाय बोलालया താരേ കരഹ വർജന. വിവർത്തനം ശീല പ്രഭാതി. അങ്ങ് ഈ ഗ്രാമത്തിന്റെ അധികാരിയാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരും അങ്ങയുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് ദയവായി നിമായി പണ്ഡിതനോട് ഈ ഗ്രാമം വിട്ടുപോകാൻ പറയുക. ഭാവാർത്ഥം ശീല പ്രഭാതിക്ക് ജയ. ഠാക്കൂർ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരത്വമുള്ള വ്യക്തി എന്നാണ്. മറ്റേ അർത്ഥം ക്ഷത്രിയൻ എന്നും. ഇവിടെ പാഷാണ്ഡി ബ്രാഹ്മണർ കാശിയ പട്ടണത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഠാക്കൂർ എന്ന് സംബോധന ചെയ്യുന്നു. വ്യത്യസ്ത ജാതികളിലുള്ളവരെ സംബോധന ചെയ്യാൻ വ്യത്യസ്ത നാമങ്ങളുണ്ട്. ബ്രാഹ്മണൻ മഹാരാജൻ എന്നും ക്ഷത്രിയർ ഠാക്കൂർ എന്നും വൈശ്യർ ശേതൻ അല്ലെങ്കിൽ മഹാജനൻ എന്നും ശൂദ്ര ചൗധരി എന്നും സംബോധന ചെയ്യപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ഈ ഉപചാരക്രമം നിലനിൽക്കുന്നുണ്ട്. അവിടെ ക്ഷത്രിയർ ഠാക്കൂർ സാഹബ് എന്നീ വിളിക്കപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിനാമ സങ്കീർത്തനം അവതരിപ്പിച്ചതിനാൽ അവിടുന്ന് പട്ടണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് മജിസ്ട്രേറ്റായ കാശിയോട് അഭ്യർത്ഥിക്കുന്നതിനാണ് അവരിവിടെ ചെന്നത്. ഭാഗ്യത്തിന് ഞങ്ങളുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകത്തിൽ ഉടനീളം, പ്രത്യേകിച്ചും പരിഷ്കൃത ലോകമായ യൂറോപ്പിലും അമേരിക്കയിലും ജനസമ്മതി നേടിക്കഴിഞ്ഞു. പൊതുവെ ഞങ്ങളെ ഒരു നഗരത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആരും പരാതിപ്പെട്ടിട്ടില്ല. അത്തരം ഒരു ശ്രമം ആസ്ട്രേലിയയിലെ മെൽബണിൽ നടന്നെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്രകാരം ഞങ്ങളിപ്പോൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, ടോക്കിയോ, സിഡ്നി, മെൽബൺ, ഓക്ലാൻഡ് തുടങ്ങിയ മഹാനഗരങ്ങളിൽ അവതരിപ്പിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ എല്ലാം ഹൃദ്യമായി നടക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രജപം സ്വീകരിക്കുന്നതിൽ വളരെ സന്തുഷ്ടരാണ്. ഫലം അങ്ങേയറ്റം സംതൃപ്തികരവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. പ്രഭു എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് ഗോപാൽ പ്രഭുനോട് ചോദിക്കാം. ഇതിനകത്ത് 211 നീല എന്നുള്ളത് അല്ലേ? അത് നീചയാണല്ലേ പ്രഭു? നീച്ച കുലജാതരാണ്. നീല എന്നാണ് ഇവിടെ ബുക്കിൽ കിടക്കുന്നത്. 211 വിവർത്തനത്തില് ശ്ലോകത്തിലെ നീചയല്ലേ വന്നിരിക്കണേ? ശ്ലോകത്തിൽ നീചയാണ് വന്നിരിക്കുന്നത്. നീച്ച തന്നെ ആയിരിക്കുമല്ലോ. ഇത് ടൈപ്പിംഗ് ഇതായിരിക്കണം. അതുപോലെ 212 ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനം എന്തോ ഒരു ഇതില്ലേ, അതായത് ഏത് നാമത്തിനും സാധിക്കുമെന്നും അന്തരീക്ഷം ഉളവാക്കുന്നതിന് സാധിക്കുമെന്നും പ്രസ്താവിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനാൽ അവർ പാഷണ്ഡികൾ, മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. എന്തോ ഒരു ഒന്നാമത്തെ 212 ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ് ഒരു ഗ്രാമാറ്റിക്കൽ പ്രോബ്ലം തോന്നി. അതിനാൽ അവർ പാഷാണ്ഡികൾ, മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു അല്ലെ? അതെ, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നവരെന്നോ അല്ലെ? അവിടെ എന്തോ ഒരു സംതിങ് ഒരു ഇതില്ലേ ആ സെന്റൻസിനൊരു ഒരു കറക്ഷൻ ഉണ്ട് അവിടെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻ പ്രഭുവിനോട് ചോദിക്കാം. അതിനാൽ അവർ പാഷണ്ഡികൾ, മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ എന്തോ ഒരു ഇതില്ല. നോക്കാം, ചോദിക്കാം. പ്രഭു വന്നോന്ന് നോക്കട്ടെ. ഗോപാൽ പ്രഭു കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പോ കുഴപ്പമില്ല പ്രഭു. ഞങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ കാസിയും ചാന്ദ് കാസിയും മഹാപ്രഭുവും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ മഹാപ്രഭുവിന്റെ ചില ആൾക്കാര് അവര് വന്നിട്ട് മഹാപ്രഭുവിന്റെ അല്ല, ചാന്ദ് കാസിയുടെ ആൾക്കാരിൽപ്പെട്ട അവര് വന്നിട്ട് പറയുന്നു. അതാണ് അദ്ദേഹത്തിനോട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു. അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവര് ഫേസ് ചെയ്തത്. അതായത് അവിടെ ചെല്ലുമ്പോ എല്ലാവരും ഹരി ഹരി എന്ന് വിളിക്കുന്നു. ഇവരും അറിയാണ്ടത് പറഞ്ഞു പോകുന്നു, അവരും പറഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പോകുന്നത്.
അപ്പൊ അങ്ങനെ ഇപ്പോ ഏതാണ്ട് അതിന്റെ എൻഡിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇപ്പോ ഇന്നിപ്പോ 211 വായിച്ചിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം ആ കൂടെയുള്ള ആള് പറയുന്നതാണ്, മ്ലേച്ഛന്മാർന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു ആചാരത്തിനെ ഏഹ്, നശിപ്പിക്കുന്ന രീതിയിലാണ് പ്രഭുപാദൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവർത്തനം എന്നാണ് അവിടെ അവർ കംപ്ലൈന്റ് ചെയ്തത്. പറയുന്നിരിക്കുന്നു. അതെ അതെ. ഹരിനാമത്തിന്റെ ശക്തി നഷ്ടമാകുന്ന ഇക്കൂട്ടർ ധരിക്കുന്നു. അത് പ്രധാനമായിട്ട് ഇവിടുന്ന് അധമ കുലത്തിൽ ജനിച്ചവരെ ജപിക്കുന്നതുകൊണ്ടാണെന്നാണ് അവരുടെ ധാരണ. അപ്പൊ അതിന് ഉത്തരവാദി ചൈതന്യ മഹാപ്രഭുവാണെന്നാണ് അവരുടെ അഭിപ്രായം. ഇവര് തന്നെയാണ് ഇപ്പൊ പറയുന്ന ആളൊരു മുസ്ലിം അല്ലേ വന്ന് പറയുന്നത്, അല്ലെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ചൈതന്യ മഹാപ്രഭു ഇപ്പോ ചാന്ദ് കാസിയുടെ അടുത്ത് ആ ചാന്ദ് കാസിയുടെ ഒരു അസിസ്റ്റന്റ് ആണല്ലോ ഇതെല്ലാം വന്ന് പറയുന്നത്. അതെ, ഇപ്പൊ 203 നോക്കിയാൽ കാണാം. 202 പറയുന്നുണ്ട്. ഒരു മ്ലേച്ഛൻ പറഞ്ഞു, മറ്റൊരു മ്ലേച്ഛൻ എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുകൾ എന്ന് പറയുകയാണല്ലോ. 198 ഒക്കെ നോക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ അത് അവര് തന്നെ 211 പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ നീച കുലജാതരും, പ്രഭു അവിടെ നീല എന്നാണ് കിടക്കുന്നത്, നീച കുലജാതരും വീണ്ടും വീണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം ചെയ്യുകയാണ്. ഈ പാപപ്രവൃത്തി പോലെ നവദ്വീപ് നഗരം മുഴുവൻ തരിച്ചാക്കപ്പെടുന്നുണ്ട്. അവരുടെ വ്യാകുലതയാണ് ഇപ്പൊ പറയുന്നത്, മുസ്ലിം തന്നെ. അപ്പൊ അവിടെ നീച കുലജാതർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരല്ല, ഹിന്ദു അല്ല, താഴെയുള്ളവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതോ ഈ അവരെ തന്നെയാണ് അവര് പറയുന്നത്? ഹിന്ദുക്കളിൽപ്പെട്ട താഴെയുള്ള ആൾക്കാരായിരിക്കും അവരാണ്. പക്ഷെ ഇത് പറയുന്ന ആള് മുസ്ലിമാണ്. അതെ, അത് റിപ്പോർട്ട് ചെയ്യണല്ലോ, ബ്രാഹ്മണർ പറഞ്ഞത് അതേപടി അവർ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് ആണ്, അത് റിപ്പോർട്ടിംഗ് ആണ്. യെസ്. ഇപ്പൊ അത് അടുത്തതും 212 13 കൂടി നമ്മൾ വായിച്ചു നിർത്തിയതും റിപ്പോർട്ടിംഗ് ആണ്. അതിനുശേഷം 14 കാസിയുടെ മറുപടി വരുന്നത് നമ്മൾ വായിച്ചിട്ടില്ല. ഇപ്പൊ 13 വരെ നമ്മൾ വായിച്ചു. ഇതുവരെ അയാളുടെ അസിസ്റ്റന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ ആ സെന്റൻസ് ഞാൻ നോക്കി പ്രഭു പറഞ്ഞത്. അതിനാൽ വാസ്തവത്തിൽ മതി. അതിനാൽ അവർ പാഷണ്ഡികൾ അഥവാ അവിശ്വാസികളായ അസുരന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അത്ര മതി. ഓക്കെ. ഈ മഹാസ്വാമിമാർ എന്നൊക്കെ അത് വെറുതെ അത് മിസ്റ്റേക്കാ അല്ലേ? അത് എവിടുന്ന് വന്നു എന്നറിയില്ല, അത് നോക്കാം. അതിനാൽ അവർ പാഷണ്ഡികൾ അഥവാ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. അത്ര മതി അല്ലേ? അല്ലല്ല, ഇതിലേ ഇംഗ്ലീഷ് നോക്കിയാല്, ഞാൻ ഇംഗ്ലീഷ് ഷെയർ ചെയ്യാം സ്ക്രീൻ, അപ്പൊ അറിയാൻ പറ്റും. കാണുന്നുണ്ടോ ഇംഗ്ലീഷ്? വന്നു. Great so-called Swamis have written books saying that one may chant any name. അവിടെയാണ് മഹാസ്വാമിമാരെന്ന് വിളിക്കപ്പെടുന്നവരെന്ന് വരേണ്ടത്. അത് വേറെ എവിടെയോ കയറി വന്നിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ മുന്നിലാണ്. ഒരുവന് ദുർഗ, കാളി, ശിവൻ, കൃഷ്ണൻ, രാമൻ എന്നിങ്ങനെ ഏത് നാമവും കീർത്തനം ചെയ്യാമെന്നും, എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിൽ മംഗളകരമായ ഒരു അന്തരീക്ഷം ഉളവാക്കുന്നതിന് ഏത് നാമത്തിന് സാധിക്കുമെന്നും പ്രസ്താവിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രസ്താവിച്ച് മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ അവളെ അവിടേക്ക് കയറ്റണം. ഇതൊക്കെയാണ് എഡിറ്റിംഗ് എറേഴ്സ് വരുന്നത്. സോ കോൾഡ് മഹാസ്വാമീസ്. അതെ, മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ എന്നുള്ളത് ആ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെന്നതിന്റെ ഇലയ്ക്ക് ഫിറ്റ് ചെയ്താൽ കറക്റ്റ് ആവും തൽക്കാലം അല്ലെ? അതിനാൽ അവർ പാഷണ്ഡികർ അഥവാ കൂടി ഫിറ്റ് ചെയ്താൽ ശരി അല്ലെ പ്രഭു? അങ്ങനെ ചെയ്യാറ്. അതെ, അഥവാ. അപ്പോ തൊട്ട് മുമ്പത്തെ സെന്റൻസിൽ ഒരു അന്തരീക്ഷം ഉളവാക്കുന്നതിന് ഏതു നാമത്തിനും സാധിക്കുമെന്നും പ്രസ്താവിച്ച് മഹാസ്വാമിമാർ എന്ന് വിളിക്കപ്പെടുന്നവർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനാൽ അവർ
പാഷണ്ഡികൾ അഥവാ അവിശ്വാസികളായ അസുരന്മാർ എന്ന് വിളിക്കണം. അപ്പൊ ശരിയാകുന്നുണ്ട്. താങ്ക്സ് പ്രഭു, ഇതൊക്കെ നോക്കണം ഇടയ്ക്ക്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ പ്രഭുവിന് ഒരു വലിയ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചെറിയതാണ്. ആ പ്രഭു ഇല്ലാതെ വരുന്ന ദിവസത്തെ മറന്നു പോകാതിരിക്കാൻ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് വിട്ടതാ. കുറച്ചാൾ മുമ്പ് ശരൺമുഖി ഉണ്ടായിരുന്ന സമയത്ത് അതിങ്ങനെ നോക്കി നമ്മൾ പോവായിരുന്നു. അതെ അതെ അതെ, അത് ഇപ്പൊ കുറച്ച് വായിച്ചു പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതെ അതെ. അത് ചെയ്യുന്നവരുള്ളപ്പോ BBT ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിക്ക് ചെയ്യും, നമ്മള് അതെ. ശ്രദ്ധിക്കുന്നു. പിന്നെ ഇപ്പൊ നീച കുലജാതരും 211 കണ്ടു കണ്ടു. നീല. എന്തായാലും ഒരു വലിയൊരു ഭാഗത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കാരണം ഈ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന്റെ അവര് മനസ്സിലാക്കിയിരുന്ന അവര് ഫോളോ ചെയ്യുന്നത് തന്നെ ശരിയല്ലാന്ന് അറിയാം അദ്ദേഹത്തിന്, അത് സമ്മതിക്കുന്നുണ്ടല്ലോ കാസി. അതെ അതെ. പക്ഷെ ഞാൻ ആ ഒരു ഇതിലുള്ള ആളായതുകൊണ്ട് എനിക്കത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇവിടെ ശക്തമായിട്ട് പാഷണ്ഡികളെ ആണ് പറയുന്നത്, അതായത് ഈ പറഞ്ഞ ഫലോദിഷ്ട കർമ്മങ്ങളും അല്ലെങ്കിൽ ബഹുശാഖ ആരാധകരെ. ഹരേ കൃഷ്ണ. പാഷാണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരം ഓരോന്ന് രചിച്ച് അവര് ഭഗവത് സേവനം ചെയ്യുന്നു. അങ്ങനെ അതല്ല എന്റെ ശരിയായ ഇതോ? 203 ഭാവാർത്ഥത്തിന്റെ ഫസ്റ്റ് സെന്റൻസ് വായിച്ച വളരെ വ്യക്തമായിട്ട് കൊടുത്തു. 203 ഭാവാർത്ഥത്തിന്റെ ഫസ്റ്റ് സെന്റൻസ്. അവര് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ ബംഗാളിലെ ബ്രാഹ്മണരെ ഠാക്കൂർ എന്നും മറ്റുള്ളവർ ഓരോ രീതിയിൽ. അപ്പൊ നമ്മള് അവസാനം ശൂദ്രന്മാരെ ചൗധരി എന്നും വിളിക്കുന്നു. നമ്മൾ ചൗധരി എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായി വലിയ വലിയ ലെവലിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. അതെ. വൈശ്വര്യഛേദൻ. ബ്രാഹ്മണ മഹാരാജ്, ക്ഷത്രിയ ഠാക്കൂർ, വൈശ്വര്യഛേദൻ. നമുക്ക് ചൗധരി എന്നുള്ള നമുക്ക് കൂടുതൽ പരിചയം സിനിമയിൽ കൂടി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മഹാജന് നമ്മൾ കേട്ടിട്ടില്ലേ? പ്രമോദ് മഹാജൻ. മഹാജൻ ഉണ്ട്, മഹാജൻ കേട്ടിട്ടുണ്ട്. ചൗധരി, അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചൗധരി സാബ്, ഠാക്കൂർ. ശരിയാണ്. അത് കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, എല്ലാവർക്കും അവിടെ ആ സമൂഹത്തിൽ ബഹുമാനം ഉണ്ടായിരുന്നു അല്ലെ. ചൗധരി ജി എന്ന് തന്നെയാണ് വിളിക്കുക. അതെ അതെ. അല്ലാതെ ഇപ്പോഴത്തെ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ ശൂദ്രന്മാർക്ക് ഒരു സ്ഥാനവും ഇല്ല, അവർക്ക് ബഹുമാനം കൊടുക്കുന്നില്ല, അങ്ങനെയല്ലല്ലോ. ശരിയാ അല്ലെ? നമുക്കിത് വെച്ച് പറയാം, എല്ലാവർക്കും ഒരു സ്ഥാനപ്പേരുണ്ട്. സേട്ട് ജി, സേട്ട് ജി ആണത്. സേട്ട് അല്ലെങ്കിൽ മഹാജനാണ് വൈശ്യന്മാര്. അപ്പൊ എല്ലാവർക്കും ഒരു പേരുകളുണ്ടല്ലോ. പണ്ഡിറ്റ് ജി എന്ന് വിളിക്കും. എല്ലാവർക്കും ഒരു ജി ചേർത്തിട്ട് തന്നെ വിളിക്കുന്നത് എല്ലാരെയും. അതൊരു പക്ഷേ എല്ലാവരും ദൈവത്തിന്റെ അംശമാണെന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം തോന്നണം. അതെ, ആ ഒരു ആത്മീയ അവബോധം അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കർമ്മത്തിന്റെ സാഹചര്യം കൊണ്ട് ഓരോരുത്തർ ഓരോ കുടുംബത്തിൽ ജനിക്കുന്നു, ഓരോ ജാതിയിലും ഓരോ നിലവാരത്തിലൊക്കെ ജനിക്കുന്നു. പക്ഷെ ആത്മീയമായിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അംശം എന്നുള്ള നിലയിൽ സേവനം ചെയ്യാനുള്ള
യോഗ്യതയുണ്ട് എന്നുള്ളൊരു ബഹുമാനം അന്നത്തെ ചാതുർവർണ്ണത്തിൽ ഉണ്ടായിരുന്നു. പ്രഭുപാദ് കുറച്ച് ഭാവാർത്ഥങ്ങൾ മുമ്പ് 2-3 ദിവസം മുമ്പ് ഞാൻ വായിക്കുമ്പോൾ കണ്ടതാണ്. അന്നൊക്കെ ഗ്രാമങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്, ശരിയാ. വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ക്ഷണം ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ക്ഷണം മാനിച്ച് അവരുടെ ഉത്സവങ്ങളിലേക്ക് ഹിന്ദുക്കൾ പോവാറുണ്ട്, ഹിന്ദുക്കളുടെ ഉത്സവങ്ങളിലേക്ക് അവർ വരാറുണ്ട്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണല്ലോ. കേരളത്തിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു കാര്യം പ്രഭു, എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ 10 വയസ്സ് 15 വയസ്സ് ഇങ്ങനെ 10-20 വയസ്സ് വരെ ചോദിച്ചോളാം. എന്റെ വീട്ടില് ഇപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ അയൽവക്കത്ത് നിന്ന് അരിപ്പൊടി, അതേപോലെ കായ, അങ്ങനെയുള്ള വെജിറ്റബിൾ സാധനങ്ങൾ കൊണ്ടുവന്ന് ഓണത്തിന് കൊണ്ടുതരാം. അതേപോലെ തന്നെ അവരുടെ ഇത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അരിയോ നെല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തിരിച്ചു അങ്ങോട്ട് പോകും. പ്രത്യേകിച്ച് മുസ്ലിംസിനും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ നാട്ടില്. പിന്നീട് ഇപ്പോഴാണ് മുസ്ലിം വേറെ, ഹിന്ദു വേറെ, ക്രിസ്ത്യാനി വേറെ ആയത്. അന്ന് എന്റെ അനുഭവത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതില് ഹരേഷ്ണ പ്രഭു, അതില് പ്രധാനമായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് പ്രഭു. അതാണ് എന്നുവെച്ചാൽ ആ രാഷ്ട്രീയം എന്താ പറയുക, നേട്ടത്തിന് വേണ്ടി ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടല്ലോ, അതിലാണ് ശരിക്കും തകരുന്നത്. ജനങ്ങളല്ല ശരിക്കും അതില് നമ്മൾ ഈ സ്പർദ്ധ വളർത്തുക എന്ന് പറയില്ലേ മനസ്സിൽ, അതാണ് ചെയ്യുന്നത്. വോട്ട് ബാങ്കാണ് ശരിക്കും മെജോറിറ്റി നടക്കുന്നത്. ആക്ച്വലി അതിന് സാധാരണക്കാരിപ്പോഴും സാധാരണക്കാര് ശരിക്കും ആൾമോസ്റ്റ് കുഴപ്പക്കാരല്ല ശരി. ഇപ്പൊ മനസ്സിലാക്കിയത് തന്നെയല്ല, അന്ന് ചെയ്തിരുന്ന ഓണക്കാഴ്ച എന്ന് പറഞ്ഞ കൊണ്ടുവരും അവര്. ഓണക്കാഴ്ച ഓ അതെ, കുട്ടികളിൽ നിന്ന് വരും. ശരിക്കും ഒരു നമ്മുടെ ഏത് വിശ്വാസത്തിലും ശരിയായ ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ മാനിക്കും. പ്രശ്നം ഒരു വിശ്വാസം ഇല്ലാതെ നടക്കുന്ന ആൾക്കാരില്ല, അവര് പ്രശ്നക്കാരാണ്. അവർക്ക് ആരെയും മാനിക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് സംഭവിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച്. ഞാൻ മതേതരവാദി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോളാം. മതേതരവാദി എന്ന് പറഞ്ഞ ഒരാള് പ്രശ്നക്കാരനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. വേറൊന്നുമല്ല, അയാൾക്ക് എവിടെയോ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അയാൾക്ക് ഒരാളുടെ വിശ്വാസം മാനിക്കാൻ പറ്റില്ല. ഒരു സത്യമാണ്. നമ്മുടെ ഇത് പറയാറുണ്ടല്ലോ, മരുന്ന് കമ്പനികൾ തന്നെയാണ് രോഗാണുക്കളെ ഉണ്ടാക്കി വിടുന്നതെന്ന് പറയാറുണ്ട്. അതെ അതെ അതെ, തീർച്ചയായും. എന്ന് പറയുന്ന പോലെ ഈ വർഗീയത തൊലയട്ടെ, മതേതരമായിരിക്കണം എന്ന് പറയുന്ന അവരാണ് വാസ്തവത്തിൽ ഈ വർഗീയതയും മതസംഘർഷവും ഒക്കെ ഉണ്ടാക്കുന്നത്. കാര്യം അതുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. 100% കറക്റ്റ്. ഈ മരുന്ന് രോഗാണുക്കൾ ഉണ്ടെങ്കിലേ മരുന്ന് കമ്പനികൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന പോലെ. അതെ, കറക്റ്റ്, റൈറ്റ് എക്സാമ്പിൾ. അവരാണ് ഈ ദ്രോഹമൊക്കെ ചെയ്യുന്നത്. അവർക്ക് നിലനിൽക്കണ്ടേ? സത്യം, അതെ, അവർക്ക് നിലനിൽക്കണ്ടേ. കറക്റ്റ്, ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഗവതം പറയുന്നത് ധർമ്മപ്രോജിത കൈതവ. ഇതൊക്കെ കൈതവ ധർമ്മമാണ് ആൾക്കാരെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അതെ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യവും ഈ ഇപ്പോ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തത്, ഇതെല്ലാം സംസാരിക്കുമ്പോൾ ഈ കാസി പറയുന്നതും പിന്നെ കാസിയുടെ അസിസ്റ്റന്റ് വന്ന് പറയുന്നതിലൊക്കെ തന്നെ അവർക്കും ഒരു നിലവാരമുണ്ട്. അവര് ഭാഗ്യവാന്മാരാണ്, കാരണം മഹാപ്രഭുവിനെ അവർക്ക് ദർശനം സാധിച്ചു, മഹാപ്രഭുവിനോട് സംസാരിക്കുന്നു, പിന്നെ അവര് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നു, കളിയാക്കിയാണെങ്കിൽ പോലും. അല്ലെങ്കിൽ അവർ ഇന്നത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടി അവർ മഹാമന്ത്രം ചൊല്ലുകയാണല്ലോ. അപ്പൊ അതൊരു ഭാഗ്യം. പ്ലസ് അവരുടെ ഓവറോൾ സംസാരത്തിന് തന്നെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് സത്യമാണ് ബ്രോ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. മഹാഭാരതത്തില് ദുര്യോധനന് പോലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആരാണ് പഞ്ചപാണ്ഡവന്മാരുടെ മക്കളെ, ദ്രൗപദിയുടെ മക്കളെ അശ്വത്ഥാമ കൊന്നിട്ട് വന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് വന്ന് ഗുഡ് ന്യൂസ് ആയിട്ട് വന്ന് പറയും. അക്സെപ്റ്റ് ചെയ്യില്ല. ദുര്യോധനൻ പോലും കേട്ട് നീ എന്ത് വൃത്തിഹീനമായ പരിപാടിയാണ് ചെയ്തത്, എനിക്ക് നിന്നെ കാണണ്ട എന്നുള്ള രീതിയിൽ ദുര്യോധനൻ പറയുന്നു. അപ്പോ കലിയുഗത്തിന്റെ മൂർത്ത രൂപമായിട്ടാണ് ദുര്യോധനനെ കരുതുന്നത്. ആ ദുര്യോധന പോലെ ഒരു സ്റ്റാൻഡേർഡ്. ഇന്നത്തെ അവസ്ഥ പരിതാപകരം എന്ന് വെച്ചാൽ അത്ര പരിതാപകരം. കലിവൃഷ്ണു പോലും മടുത്തിട്ടുണ്ടാവും. ഹരേ കൃഷ്ണ.
ഇനിയിപ്പോ ഇതിൽ നിന്ന് ഒരു മുക്തി നേടാനായിട്ട് അദ്വൈതാചാര്യനെ പോലെ ആരെങ്കിലും വരണം. സത്യം, വേറെ രക്ഷയില്ല. ശാലിഗ്രാമത്തിനെ പൂജിക്കാനും. ഉം. അപ്പൊ അതുകൊണ്ട് സങ്കീർത്തന പ്രസ്ഥാനം കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണെന്നുള്ളതില്, അതാണ് യുഗധർമ്മം എന്നുള്ളതിൽ മാറ്റമില്ല. പക്ഷെ അതിനെ സമയവും സാഹചര്യവും വ്യക്തിയും അനുസരിച്ച് അതിനെങ്ങനെ അവതരിപ്പിക്കുക, അവരെ എങ്ങനെ ഉദ്ധരിക്കുക എന്നുള്ളത്, അത് വളരെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണ്. അത് മാറിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഹരിനാമത്തിന് എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും എന്നുള്ളതൊരു, അതൊരു ആചാര്യന്റെ, ഒരു ഭക്തന്റെ ആധ്യാത്മിക ബുദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ബുദ്ധി ഭഗവാനാണ് തരുന്നത്, അല്ലെ? ദദാമി ബുദ്ധിയോഗം തം എന്ന് പറയുന്ന പോലെ. അപ്പൊ നമ്മുടേതായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഇന്നത്തെ യുവജനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഓരോ വിഭാഗം ജനങ്ങൾ, അവരുടെ അവസ്ഥയും അവരുടെ അവര് നേരിടുന്ന പ്രശ്നങ്ങളും അവര് ഇരിക്കുന്ന അന്തരീക്ഷവും ഒക്കെ നോക്കി അതിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് കൃഷ്ണാവബോധത്തെ അവതരിപ്പിക്കുക, ഹരിനാമത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു, അതിലാണ് പ്രീച്ചിങ്ങിന്റെ ത്രില്ലുള്ളത്. എങ്ങനെ അത് അവതരിപ്പിക്കും, ഏത് ആൾക്കാർക്ക് എങ്ങനെ അത് അവതരിപ്പിക്കണം, അത് പ്രഭുപാദിന്റെ ലീലകൾ കണ്ടറിയാം. ഓരോ സ്ഥലത്തും മാറി മാറി മാറി. ആഫ്രിക്കയിൽ പോയപ്പോ ഒരു രീതി, അതുപോലെ അമേരിക്കയിൽ ഒരു രീതി, ഇന്ത്യയിൽ മറ്റൊരു രീതി. പ്രഭുപാദ് അതിനെങ്ങനെയാണ് മാറ്റുന്നത് അതിന്റെ സ്ഥിതി അനുസരിച്ച് എന്നുള്ളതൊക്കെ ഒരു പഠിക്കാൻ തന്നെ ഒരു വളരെ അതെ, അത് ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെ? എല്ലായിടത്തും ഒരേ പരിപ്പ് വേകില്ല. അതെ, ശരിയാ, വളരെ ശരിയാ. പക്ഷെ പരിപ്പെന്ന ആശയത്തിന് വ്യത്യാസം ഇല്ല താനും, അല്ലെ? അതും ശരി. പ്രഭു അത് പറയുന്നു വിചാരിച്ചു, അതും കറക്റ്റാണ്. അതേ പരിപ്പ് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, പക്ഷെ അതിനെ പല രീതിയിൽ പാകപ്പെടുത്തി കൊടുക്കണം. പല മസാലകൾ ചേർക്കേണ്ടി വരും. അങ്ങനെ പറയും. ഇതിനകത്തൊരു ഞങ്ങളെ നഗരത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആരും പരാതിപ്പെട്ടില്ല. പക്ഷേ അത്തരം ഒരു ശ്രമം ആസ്ട്രേലിയയിലെ മെൽബോണിൽ നടന്നെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അത് എന്താ പറയുക, എന്തെങ്കിലും അവിടെ അറിയോ? എന്റെ 213 ലാസ്റ്റിൽ പറയും, പ്രഭാതർ പറയുന്നു, ചിലപ്പോ ഇതുപോലെ എന്തെങ്കിലും അല്ലെ എതിർപ്പുകൾ വന്നതായിരിക്കാം. എനിക്ക് ഒരു കാര്യം അറിയാം, ഓസ്ട്രേലിയയിൽ വളരെ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നു ഇസ്കോണിന്. അതായിരിക്കും പറയുന്നത്. അതില് ഭക്തന്മാരെ പലരെയും പിടിച്ച് ജയിലിലിട്ടു. ഓ, അവിടെയുള്ള മെയിൻ ഡിവോട്ടീസിനെ എല്ലാരെയും പിടിച്ച് അവര് ജയിലിലിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു ശല്യം ഉണ്ടാക്കുകയാണ്, ആൾക്കാരുടെയൊക്കെ മനസ്സ് മാറ്റുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കുറ്റങ്ങൾ ചുമത്തി അവരെയൊക്കെ ജയിലിലിട്ടു. ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്, പ്രഭുപാദ് ബോംബെയിലോ അതുപോലെ ഇന്ത്യയിലും എവിടെ ഉണ്ടായിരുന്നു. പ്രഭുപാദിന് പ്രസാദം പ്ലേറ്റ് ഉച്ചയ്ക്കോ എന്തോ പ്രസാദത്തിന് കൊണ്ടു കൊടുത്തപ്പോൾ പ്രഭുപാദ് കഴിച്ചില്ല. എന്നിട്ട് പ്രഭുപാദ് പറയും, ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിലെ ഭക്തന്മാരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരാഹാരം ഇല്ലാതെ ജയിലിൽ കിടക്കുകയാണ്, എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും, എനിക്ക് പ്രസാദം വേണ്ടെന്ന് പ്രഭുപാദ് പറഞ്ഞു. സ്ഥാപകാചാര്യർ എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ഹരേ കൃഷ്ണ, ഹരി ഓം. റൈറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പ്രഭുപാദ് ആരാന്നുള്ളതും പ്രഭുപാദ് ഒരു സംഭവമാണ്. അതേ ഓസ്ട്രേലിയയിൽ ഇന്ന് നോക്കിയാല് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സ്, മഹാപ്രസാദം ഇസ്കോണിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലെ അത്ര നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മെൽബണിൽ പ്രത്യേകിച്ചും അവിടെ 3M എന്നാണ് പറയുക, മെൽബൺ മഹാപ്രഭു മന്ദിർ, അതാണ് അവിടുത്തെ പേര്. മെൽബൺ മഹാപ്രഭു മന്ദിർ, അതാണ് അവിടുത്തെ അമ്പലം. അപ്പൊ അവിടുത്തെ പ്രസാദം ലോകോത്തര നിലവാരമാണെന്നാണ് പറയുന്നത്. ഇസ്കോൺ റെസ്റ്റോറൻറ്റ്സിൽ വെച്ച് തന്നെ മെൽബണിൽ പോയി പ്രസാദം കഴിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഓസ്ട്രേലിയ മുഴുവൻ പ്രസാദം റെസ്റ്റോറൻറ്റ്സിന്റെ ഒരു ബാഹുല്യമാണ്. ആ പ്രസാദം വഴി അവിടെ ഭക്തന്മാരാകുന്നുണ്ട്. പോകാൻ തോന്നുന്നുണ്ടോ? പോവാൻ തോന്നുന്നു.
ഇവിടെ എന്നാ കുറച്ച് പൈസയൊക്കെ ചേർത്ത് വെക്കുക, പാസ്പോർട്ട് എടുക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഖത്തറിൽ നിന്ന് നമ്മളെ കുറെ ഡിവോട്ടികളെ കയറ്റി വിട്ടുകളഞ്ഞല്ലോ കുറെ വർഷത്തിന് മുമ്പ്. അതെ. നമ്മളെ ഗിരി പ്രഭു ഒക്കെ അതിൽ പെട്ടത്. അതെ അതെ, ഇവിടെ ഖത്തറിന്റെ ആൾക്കാരുണ്ട്, രാജേഷ് പ്രഭു ഉണ്ട്. അതെ അതെ. അതുപോലെ തന്നെ റഷ്യയില് നമ്മുടെ ഭഗവത്ഗീത കോർട്ടിൽ കയറി, അറിയോ? റഷ്യ എന്ത് ചെയ്തു? കോർട്ടിലോ? ഭഗവത്ഗീത കോർട്ടിൽ കയറി, കോടതിയിൽ പോയി. അതെ അതെ, അത് ജയിലിൽ പോയ റഷ്യയില് കഥയുണ്ട്. ഇന്ത്യയിൽ പോലും ആ സമയത്ത് പാർലമെന്റിൽ ചർച്ച വന്നല്ലോ. ആ, അതായത് സർക്കാർ വിചാരിച്ചു അന്ന് ശീതയുദ്ധം, എന്തായാലും പറയാ, ശീതസമരമോ കോൾഡ് വാർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ 1970-കളിലോ. ആ അതായത് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും കൂടെ ഒരു ഒരു ചേരിയായിട്ടും ഇന്ത്യയും റഷ്യയൊക്കെ അല്ല, റഷ്യയും ചില രാജ്യങ്ങളൊക്കെ വേറൊരു ചേരിയായിട്ടിരുന്നു. ഇന്ത്യ ആ സമയത്താണ് രണ്ടിലും ചേരില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ അതിന് പേരുണ്ടല്ലോ, നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്തോ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ആ മലയാളത്തിൽ ചേരി ചേരാ പ്രസാദം. ചേരാ പ്രസ്ഥാനം, അതൊരു ചേരിയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ചർച്ച വന്നു. ഈ അമേരിക്കൻ ഭക്തന്മാര്, എന്താണ്, അമേരിക്കക്കാരൊക്കെ ഭക്തന്മാരുടെ രൂപത്തില് തിലകം, കണ്ടിമാല, ശിഖ, കാവ്യവസ്ത്രം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇവരൊക്കെ ഒരുപക്ഷെ CIA ചാരന്മാരായിരിക്കും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പരിശോധിക്കണം എന്ന് പറഞ്ഞ് പാർലമെന്റിൽ വലിയൊരു ചർച്ചയുണ്ടായി. പ്രഭുപാദിന്റെ അടുത്ത് ആ വാർത്ത വന്നു, ഈ അമേരിക്കൻ ഭക്തന്മാരെയൊക്കെ CIA ആണെന്ന് സംശയിക്കുന്നുണ്ട്. പ്രഭുപാദിന്റെ മറുപടി എന്താണെന്ന് അറിയാം? പ്രഭാതര് വേറെ എന്തെങ്കിലും അതിനൊരു ഇതുണ്ടാ? ചൈതന്യ അങ്ങനെ എന്തോ പറഞ്ഞത്. ചൈതന്യാസ് ഇന്റലിജന്റ് ഏജൻസി. എന്താണ് പ്രഭു? ചൈതന്യ മഹാപ്രഭുവിന്റെ ഇന്റലിജന്റ് ഏജൻസി CIA ആണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല പ്രഭു, അവർക്കൊക്കെ ഇന്ത്യൻ നാഷണാലിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ, അത് ഇന്ത്യൻ ഇന്ദിരാഗാന്ധിയോട് പാസ്പോർട്ട് സംസാരിക്കാൻ കൊടുക്കണം. പോയി. ഇന്ദിരാഗാന്ധിയായിട്ട് സംസാരിക്കാൻ പോയി. പ്രഭാതര് അതെ അതെ. ഏത് ഈ പാസ്പോർട്ട് കൊടുക്കാനാ? ഇന്ത്യൻ പൗരത്വം കൊടുക്കുക, 500 ഫോറിൻ ഭക്തന്മാർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നാലും ഇന്ത്യയിൽ പ്രസ്ഥാനത്തിനെ വളർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ കാണാൻ വേണ്ടി പോയി. കാണുകയും ചെയ്തു. പക്ഷെ ആ കാണുന്ന സമയത്ത് അതെന്തോ 10 പോയിന്റ്സ് എഴുതിക്കൊണ്ട് പോകും. അത് ഏതോ ഒരു ഇതില് ബയോഗ്രഫിയിലൊക്കെ നോക്കിയാൽ കാണാം. സഞ്ജയ് ഗാന്ധിയെ രാജാവാക്കണം, രാജഭരണം വരണം, സഞ്ജയ ദ കിങ് എന്നൊക്കെ എഴുതിക്കൊണ്ട് പോകും. എന്നിട്ട് അതങ്ങനെ 10 കാര്യങ്ങൾ പറയണം. പിന്നെ പാർലമെന്റിലെ എല്ലാ MPസും ഒക്കെ ആദ്യം ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചിട്ട് വേണം ഓരോ ദിവസത്തെയും പരിപാടികൾ തുടങ്ങാൻ. അങ്ങനെയൊക്കെ അത് വളരെ ഒരു വിഭാവനം ചെയ്തിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി കണ്ട സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഇന്ദിരാഗാന്ധി. ആ സമയത്ത് എമർജൻസിയുടെ ഒക്കെ സമയമായിരുന്നു. എന്തായാലും പറയാ, എമർജൻസിക്ക് എന്താ പറയാ, അടിയന്തരാവസ്ഥ. എമർജൻസിക്ക് മുൻപായിരുന്നു എന്ന് തോന്നുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപായിരുന്നു. അപ്പൊ ഒരു അത്രയും കലുഷിതമായ സമയമായിരിക്കും അവർക്ക് അല്ലെ, നോർമൽ മൈൻഡൊക്കെ. ആ അത് കണ്ടപ്പോ പ്രഭുപാദിന് മനസ്സിലായി കാര്യമായിട്ടൊന്നും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് അങ്ങനെ തിരിച്ചു വന്നു. എന്തേലും ഉണ്ടോ? അല്ലെങ്കിൽ തുടർന്ന് വായിക്കാം.
ഉം. എന്നാ തുടർന്ന് വായിച്ചാലോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും അടുത്ത 1-2 ശ്ലോകങ്ങൾ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ? വായിച്ചോളൂ പ്രഭു. 14 മുതലല്ലേ? 214. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തബേയാമി പ്രീതി വാക്യ കഹീലാസഭാരേ സബേ ഖലേയാഹ ആമി നിഷേധിപാത്താരേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അവരുടെ പരാതികൾ കേട്ടതിനു ശേഷം ഞാൻ മധുരവാക്കുകളാൽ അവരോട് പറഞ്ഞു, ദയവായി മടങ്ങിപ്പോവുക. ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടരുന്നതിൽ നിന്നും നിമായി പണ്ഡിതനെ ഞാൻ നിശ്ചയമായും വിലക്കാം. കിന്തൂര ഈശ്വര ബധായേയി നാരായണ തേയി ഭൂമികാവോ കേനാലയ മോരാമന. ഹിന്ദുക്കളുടെ പരമോന്നത ദൈവം നാരായണനാണെന്ന് എനിക്കറിയാം. അങ്ങ് അതേ നാരായണനാണെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ഏതാശുനി മഹാപ്രഭു ഹാസിയ ഹാസിയ കഹീതേ ലാഗിച്ചു കാജീരെ ചൂനിയ. കാശി ഹൃദ്യമായി സംസാരിക്കുന്നത് കേട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സ്പർശിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, തോമാരാമുഖേ കൃഷ്ണ നാമ ഏ വിചിത്ര പാപാക്ഷയ കേലാഹൈല പരമ പവിത്ര. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. നിങ്ങളുടെ വായിൽ നിന്ന് വന്ന കൃഷ്ണന്റെ തിരുനാമ ജപം ഒരത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ എല്ലാ പാപകർമ്മങ്ങളും ക്ഷയിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പരമപവിത്രനായി തീർന്നിരിക്കുന്നു. ഭാവാർത്ഥം: സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ ശക്തി സ്ഥിരീകരിച്ചുകൊണ്ട് മഹാപ്രഭുവിന്റെ മുഖത്തുനിന്ന് തന്നെ വന്ന ഈ വാക്കുകൾ കൃഷ്ണന്റെ ദിവ്യനാമം വെറുതെ കീർത്തനം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരുവൻ എങ്ങനെ പരിശുദ്ധീകരിക്കപ്പെടുമെന്ന് വ്യക്തമാക്കുന്നു. കാശി ഒരു മ്ലേച്ഛനും യവനനുമായിരുന്നു. എന്നാൽ പലതവണ ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമ ഉച്ചരിച്ചത് മൂലം അദ്ദേഹത്തിന്റെ പാപപങ്കിലമായ ജീവിതത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും തുടച്ചു നീക്കപ്പെടുകയും അദ്ദേഹം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായി പരിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾ ലോകത്തിലുടനീളം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിലൂടെയും എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങളെ വൈഷ്ണവ തത്വത്തിന്റെ അത്യുന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് അവകാശപ്പെടുന്നതിലൂടെയും ഹിന്ദുമതത്തെ ക്ഷയിപ്പിക്കുന്നുവെന്ന് ഇന്നത്തെ പാഷണ്ഡികൾ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് തീക്ഷ്ണമായി വിയോജിക്കുന്ന ഇവരിൽ ചിലർ യൂറോപ്പുകാരും അമേരിക്കക്കാരുമായ വൈഷ്ണവരെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ധർമ്മം ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കുന്ന ഈ ഹിന്ദുക്കളെന്ന് പറയപ്പെടുന്നവർ വാസ്തവത്തിൽ ദേവതോപാസനയിലൂടെ കഠിന ഹൃദയരായി തീർന്നിരിക്കുന്നു. കാശിയുടെ ശുദ്ധീകരണത്തെ അടുത്ത ശ്ലോകത്തിൽ മഹാപ്രഭു സ്ഥിരീകരിക്കുന്നു. ഹരി കൃഷ്ണ നാരായണ ലൈലേതി നാമ ബദ ഭാഗ്യവാൻ തുമി ബദ പുണ്യവാൻ. നിങ്ങൾ ഭഗവാന്റെ 3 തിരുനാമങ്ങൾ ഹരി കൃഷ്ണൻ നാരായണൻ ജപിച്ചു. അതിനാൽ നിങ്ങൾ നിസ്സംശയം അതീവ ഭാഗ്യവാനും പുണ്യവാനുമാണ്. ഭാവാർത്ഥം: ഹരി, കൃഷ്ണൻ, നാരായണൻ എന്നീ ദിവ്യനാമങ്ങൾ അപരാധരഹിതമായി കീർത്തനം ചെയ്യുന്ന ഒരുവൻ അത്യന്തം ഭാഗ്യവാനാണെന്നും ഇന്ത്യക്കാരനാണെങ്കിലും അല്ലെങ്കിലും ഹിന്ദു ആണെങ്കിലും അഹിന്ദു ആണെങ്കിലും അവൻ തൽക്ഷണം ധാർമ്മികനായി തീരുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ സ്ഥിരീകരിക്കുന്നു. അതിനാൽ മറ്റു രാജ്യങ്ങളിൽ വൈഷ്ണവരെ സൃഷ്ടിക്കുന്നതിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് പ്രതിഷേധിച്ച് പാഷണ്ഡികൾ നടത്തുന്ന പ്രസ്താവനകൾ ഞങ്ങൾ ഗൗനിക്കാറില്ല. നാം നമ്മുടെ ദൗത്യം സമാധാനപൂർണമായി അല്ലെങ്കിൽ അനിവാര്യമാകുന്ന പക്ഷം അത്തരം പ്രതിഷേധക്കാരുടെ ശിരസിൽ തൊഴിച്ചിട്ടായാലും നിർവഹിച്ചുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലടികൾ പിന്തുടരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് കുറച്ചുകൂടി ശരിയാക്കണം അല്ലേ? അതെ, തൊഴിച്ചിട്ടായാലും നിർവഹിച്ചു കൊണ്ടുവന്ന് അങ്ങനെ വരുമ്പോ ഒരു സുഖമില്ല സെന്റൻസ്. അതെ, അവിടെ എന്തോ ഒരു ഇതുണ്ട്.
ഇങ്ങനെ ചെയ്യാം. നാം സമാധാനപൂർണമായി അല്ലെങ്കിൽ അനിവാര്യമാകുന്ന പക്ഷം അത്തരം പ്രതിഷേധക്കാരുടെ ശിരസിൽ തൊഴിച്ചിട്ടായാലും നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ്. നമ്മുടെ ദൗത്യം താഴേക്ക് കൊണ്ടുവന്നാൽ ശരിയാവും. ശരിയാണ്. ഏ. ഇതിലൊരു കറക്റ്റാ പ്രഭു, അത് ശരിയാവും കേട്ടോ. ഉം. അത് ട്രാൻസ്ലേഷൻ ആയിക്കൊണ്ട് ഡയറക്റ്റ് അങ്ങനെ വന്നതിന്റെ ഒരു ഇത്. നാം സമാധാനപൂർണമായി അല്ലെങ്കിൽ അനിവാര്യമാവുന്ന പക്ഷം അത്തരം പ്രതിഷേധക്കാരെ ശരിക്കും തൊഴിച്ചിട്ടായാലും നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ചൈതന്യമാണ്. അപ്പൊ ഇപ്പൊ ശരിയാവുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യം ഭഗവാൻ, അതായത് ചാന്ദ് കാസിയുടെ സംസാരത്തിന്റെ സമയത്ത് ചൈതന്യ മഹാപ്രഭു നോക്കിയിരുന്നത് എത്ര പ്രാവശ്യം ഈ ഭഗവാന്റെ നാമങ്ങൾ ഇദ്ദേഹം ജപിക്കുന്നു എന്നുള്ളതാണ് മഹാപ്രഭുവിന്റെ നോട്ടം ഇരുന്നത് അല്ലേ. സോ പണ്ട് ഇത് പ്രസക്തമാണോ എന്നറിയില്ല. പണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ കുസൃതി ചോദ്യം ചോദിക്കായിരുന്നു. ഒരാൾ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ്സിനകത്ത് 7 പേരുണ്ടായിരുന്നു. അവിടുന്ന് 2 പേര് ഇറങ്ങി 4 പേര് കയറി. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ 2 പേര് ഇറങ്ങി 5 പേര് കയറി. അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കും എത്ര ബസ് സ്റ്റോപ്പിൽ ബസ് നിന്നു എന്ന് ചോദിക്കും. നമ്മൾ ആ എണ്ണത്തില് ഫോക്കസ് ചെയ്തു. അതെ എന്ന് പറയുന്നത് പോലെ ഇവിടെ ചാന്ദ് കാസി എന്താണ് പറയുന്നത്, അതിന്റെ വാദം എന്നുള്ളതിന്റെ കാട്ടിലും ചൈതന്യ മഹാപ്രഭു നോക്കുന്നത് എത്ര പ്രാവശ്യം ആ സംഭാഷണത്തിനിടയ്ക്ക് ഭഗവാന്റെ നാമം ചൊല്ലി എന്നാണ്. ഇതേപോലെ ഒരു പ്രാവശ്യം പത്രത്തില്, ഓസ്ട്രേലിയയിലാണോ എവിടെയാണെന്ന് അറിയില്ല, ഇതുപോലെ ഏതൊരു രാജ്യത്ത് ഭക്തന്മാര് സങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് അതിന് വളരെ പ്രതിഷേധം ഉയർന്നു. അപ്പോൾ ഒരാൾ ലെറ്റേഴ്സ് ടു ദി എഡിറ്റർ, മറ്റേ ഇതുണ്ടല്ലോ എഡിറ്ററോട് എഴുതുന്ന ഒരു പത്രത്തിൽ ഉണ്ടാവുമല്ലോ, അതിലൊരാൾ വലിയൊരു ലെറ്റർ എഴുതി, ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എഴുതി. അപ്പൊ അത് പ്രഭുപാദിന്റെ അടുത്ത് വന്നു, ഇത്ര മോശമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു അതിൽ 1, 2, 3 എത്ര പ്രാവശ്യം കൃഷ്ണ എന്ന് വന്നിട്ടുണ്ട് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോ അദ്ദേഹം വലിയൊരു സേവനമാണ് ചെയ്തിരിക്കുന്നതെന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടെ ഇവിടെ എന്ത് 2 ഇങ്ങനെ ഒരു ഡാഷ് നീട്ടി അങ്ങനെ വരുന്നത് ഈ ഇപ്പൊ 215 എവിടെ ഈ 215 ഇല്ലേ, ഹാവോ ഹേനയുടെ ഇടയില്, അതുപോലെ തന്നെ 216 2 അങ്ങനെ ഹൈഫൺ പോലെ വരുന്നില്ലേ എ എന്നുള്ളതിന്റെ പിന്നിലൊക്കെ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഇത് ലോങ് ലൈൻ ആയിട്ടാണ് വരേണ്ടത്. നമ്മുടെ 218 മലയാളം 18 ലോങ് ലൈൻ വിടുന്നുണ്ട്. ലൈലേ എന്നുള്ളതിന്റെ മുന്നേ ഒരു ഹൈഫൺ ഉണ്ട് നീളൻ. അപ്പൊ അത് ആക്ച്വലി ഡബിൾ ലൈൻ എന്നുള്ളത് വലിയ ഹൈഫൺ ആയിട്ടാണ് വരേണ്ടത്. അതൊന്നൊരു എഡിറ്റിംഗ് പ്രശ്നമാണ്. എന്തായാലും കാശി രക്ഷപ്പെട്ടു. ഇതോടുകൂടി 2-3 കൂടെ വായിച്ചു നിർത്തിയാലോ? ശരി. 37. ഓക്കെ. ഹരേ കൃഷ്ണ. അടുത്ത ആരെങ്കിലും അടുത്ത 2-3 ശ്ലോകം 219 വായിക്കാം. ഏതാശുനി കാജിരെ ദുയി ചക്ഷെ പടേ പാനി പ്രഭുരെ ചരണ ശൂനി ബലെ പ്രിയവാണി. വിവർത്തനം. ഇത് കേട്ട് കാസിയുടെ കണ്ണുകളിൽ നിന്ന് അശ്രബന്ധുക്കൾ ഒഴുകി. അദ്ദേഹം മഹാപ്രഭുവിന്റെ ചരണങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം മധുരവചനങ്ങൾ ഒഴിഞ്ഞു. ശ്ലോകം 220. തുമാരാ പ്രസാദേ മോരാ
കുശില കുമതി ഏയ് കൃപകരയേന ത്വമാദേരഹു ഭക്തി. അങ്ങയുടെ പ്രസാദത്താൽ എന്റെ ദുർബുദ്ധി ഇല്ലാതായി. ദയവായി എന്നിൽ കരുണ കാട്ടിയാലും അപ്രകാരം എന്നും എന്റെ ഭക്തി അങ്ങയിൽ നിഷ്ഠിതമാകട്ടെ. പ്രഭു കഹേ ഏകദാന മാഗിയേ തുമായ സങ്കീർത്തനവാദയച്ചേ നഹേ നദിയായ. മഹാപ്രഭു പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഒരു ദാനം ചോദിക്കുന്നു. ഈ നാമസങ്കീർത്തനം തടയുകയില്ലെന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണം, കുറഞ്ഞപക്ഷം ഈ നദിയ ജില്ലയിലെങ്കിലും. ശ്ലോകം 222. കാജി കഹേ മോര വംശേ യഥ ഉപജീബേ താഹ കേ താലാകാദിബ കീർത്തനന ബാധിബേ. കാശി പറഞ്ഞു, എന്റെ വംശത്തിൽ ജനിക്കുന്ന പിൻഗാമികൾക്കെല്ലാം ഞാൻ ഈ ധീരമായ താക്കീത് നൽകുന്നു, ആരും സങ്കീർത്തന പ്രസ്ഥാനത്തെ തടയരുത്. ഭാവാർത്ഥം ജസ്ല പ്രഭുപാദ് കി ജയ്. കാസിയുടെ ഈ ഉഗ്രശാസ്ത്രത്തിന്റെ ഫലമായി ഇന്നും കാസിയുടെ കുടുംബത്തിലെ പിൻഗാമികൾ ആരും സങ്കീർത്തന പ്രസ്ഥാനത്തിനെ ഒരു സാഹചര്യത്തിലും എതിർക്കുന്നില്ല. അയൽ സ്ഥലങ്ങളിൽ വലിയ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുമ്പോൾ പോലും കാസിയുടെ പിൻഗാമികൾ അവരുടെ പിതാമഹനാൽ നൽകപ്പെട്ട ഉറപ്പ് സത്യസന്ധമായി സംരക്ഷിച്ചിരുന്നു. ശ്ലോകം 223. ശുനി പ്രഭു ഹരി ബലി ഉഠില ആപനി ഉഠില വൈഷ്ണവ സഭ ഹരി ഹരി ധ്വനി. വിവർത്തനം. ഇത് കേട്ട് മഹാപ്രഭു ഹരി ഹരി എന്നുച്ചരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് മറ്റെല്ലാ വൈഷ്ണവരും തിരുനാമ സങ്കീർത്തനം ചെയ്തുകൊണ്ട് എഴുന്നേറ്റു. കീർത്തന കരിതേ പ്രഭു കരിലകമാന സംഘേ ചലിയായി ശേഷ് ഖാജി ഉല്ലാസിതേ മന. ശ്രീ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയി. ഉല്ലാസവാനായ കാസിയും അവിടുന്ന് അനുഗമിച്ചു. കാജിരേ വിദായ ദില ശചിരേ നന്ദന നാച്ചിതേ ഐല ആപന ഭാവന. കാസിയോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ശചിനന്ദൻ പറഞ്ഞു. അനന്തരം അവിടുന്ന് നൃത്തം ചെയ്തുകൊണ്ട് സ്വഗ്രഹത്തിലേക്ക് പോയി. എയ്മതേ കാജിരേ പ്രഭു കരില പ്രസാദ ഇഹേശുനേ താര ഖണ്ഡേ അപരാധ. ഇതാണ് ചാന്ദ്കാസിയെ മഹാപ്രഭു അനുഗ്രഹിച്ച സംഭവം. ഇത് ശ്രവിക്കുന്ന ഏതൊരുവനും അപരാധങ്ങളിൽ നിന്ന് മുക്തനാകും. ഹരിബോൾ ഹരി ഹരി. ഹരിബോൾ. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ നിർത്താം. സെറ്റ് തീരുക. ഒരു വലിയൊരു അധ്യായം ചാന്ദ് കാസിയുടെ അധ്യായം തീരുകയാണ്. വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അല്ലെ? അവസാനം അപരാധങ്ങളിൽ നിന്ന് മുക്തനാവും ശ്രവിച്ചു കഴിഞ്ഞാൽ. അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ചാന്ദ് കാസിയുടെ ലീലകളുടെ ഇവിടെ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, ചാന്ദ് കാസി എന്ന് പറയുന്നത് ആരുടെ പുനർജന്മമാണെന്നറിയാമോ? ഗൗരഗണോദ്ദേശ ദീപിക അനുസരിച്ച് ചാന്ദ് കാസി എന്ന് പറയുന്നത്, ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഇവിടെ ചാന്ദ് കാസി പറയുന്നു, നിങ്ങളുടെ എന്താ പറയാ, ഗ്രാമബന്ധങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ അച്ഛന്റെ തുല്യനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ അമ്മാവാന്ന് വിളിക്കണം അങ്കിൾ എന്ന് വിളിക്കണം എന്ന് ചാന്ദ് കാസി പറയുന്നു. അപ്പൊ ആരുടെ പുനർജന്മമായിരിക്കാം? നീലാംബര ചക്രവർത്തിയുടെ ആരോ ആണോ? കംസനാണോ? കംസൻ. കംസന്റെ പുനർജന്മമാണ്. കംസനാണ് ചാന്ദ് കാസിയായിട്ട് വന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ലീലയില് കംസനെ വധിക്കുന്നു അല്ലെ? കംസനെ ശ്രീകൃഷ്ണ ഭഗവാൻ വധിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം വധിക്കാനുള്ള അവതാരമല്ല, ഉദ്ധരിക്കാനുള്ള അവതാരമാണ്. അപ്പൊ അതുകൊണ്ടിവിടെ ചാന്ദ് കാസി ഉദ്ധരിക്കപ്പെടുകയാണ്. ആ ഉദ്ധരിക്കപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാപങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ കൂടി വരുന്ന സമയത്ത് ഈ ചൂട് കൂടിയിട്ട്
നീരാവി പൊങ്ങുന്നത് പോലെയാണ്. ആ അവസാനം എന്താവും? അതെല്ലാം കൂടി ഒരു മേഘമായിട്ട് കറുത്തിരുണ്ട് വന്ന ശേഷം എന്ത് സംഭവിക്കും? മഴയായിട്ട് മാറും. ഏ മഴയായിട്ട് മാറും. മഴ പെയ്യും അല്ലെ? ആ അപ്പൊ അതുപോലെ തന്നെ 219 ശ്ലോകത്തിൽ കണ്ടു കഴിഞ്ഞാല് ശരിക്ക് ഈ കണ്ണീരായിട്ട് വരുന്നത് മനസ്സിനകത്തൊരു മഴയാണ് പുറത്ത് കണ്ണീരായിട്ട് വരുന്നത് അല്ലെ? ഉം. അപ്പോ ഇത് ഒരാളുടെ ഹൃദയത്തിനകത്ത് ഒരു തണുത്ത മഴ പെയ്യുന്നു. ഭഗവാന്റെ ഉം. അനുഗ്രഹം കിട്ടുന്ന സമയത്ത് അതൊരു മേഘം, അശ്രുതി. അതെ, മേഘം സാന്ദ്രമായിട്ട് പിന്നെ അതൊരു മഴയായിട്ട് പൊഴിയുന്നു. ചൂടായിട്ടുള്ളതൊക്കെ തണുത്ത് ഒരു ശാന്തത കൈവരിക്കുന്നു. ഉം. ഭക്തിയുടെ ബീജം അത്രയും നാൾ വരണ്ടുണങ്ങിയിരുന്ന സാധനം ഈ മഴ കിട്ടുമ്പോൾ വീണ്ടും തളിർത്ത് പൂക്കളും ഫലങ്ങളും ഒക്കെ ആയിട്ട് വളരുന്നു. ഇതിനൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മഴയാണ്. ഭഗവാന്റെ കാരുണ്യം കിട്ടുന്ന സമയത്ത് അത് അശ്രുബിന്ദുക്കളായിട്ട് അകത്ത് ഒഴുകി. പെയ്യുന്ന മഴ പുറത്തേക്ക് സ്പിൽ ഔട്ട് ചെയ്യുന്നതാണ് ഈ എന്താ പറയാ ആനന്ദാശ്രുക്കൾ. അല്ലാതെ കാര്യം നമ്മൾ വേറെ കരച്ചിലുണ്ട്, അത് വേറെ കാര്യം. ഉം. പക്ഷേ അപ്പൊ അങ്ങനെ അശ്രുബിന്ദു. ചാന്ദ് അതെ, അങ്ങനെ ചാന്ദ് കാസിക്ക് മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടുന്നു. പിന്നെ ഉം. മറ്റൊരു കാര്യം പറയാനിരുന്നത്, മഹാപ്രഭു ദാനം ചോദിക്കുകയാണല്ലേ. എന്താ ദാനം ചോദിക്കുന്നത്? ഈ നാമസങ്കീർത്തനം തടയുകയില്ലെന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണം, കുറഞ്ഞ ഉം. പക്ഷം നദിയ ജില്ലയിലെങ്കിലും എന്ന് പറയുന്നു. അപ്പൊ ഉം. 222 കാസി പറയുന്നു, എന്റെ വംശത്തിൽ ജനിക്കുന്ന പിൻഗാമികൾക്കെല്ലാം ഞാൻ ഈ ധീരമായ താക്കീത് നൽകുന്നു, ആരും സങ്കീർത്തന പ്രസ്ഥാനത്തെ തടയരുത് എന്ന് പറഞ്ഞ് ചാന്ദ് കാസി പറയുന്നു. ഉം. പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞതുപോലെ വലിയ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ പോലും ബംഗാളിൽ ഒരുപാട് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നദിയ ജില്ലയിൽ, പ്രത്യേകിച്ച് നവദ്വീപിൽ മാത്രം അത്രയും വലിയ കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ സങ്കീർത്തനം നടന്നുകൊണ്ടേയിരിക്കും. അതിനാരും കലാപം ഉണ്ടാക്കിയിട്ടില്ല. ചാന്ദ് കാസിയുടെ എന്താ പറയാ, ചാന്ദ് കാസിയുടെ വാക്ക്. ആ തലമുറ വാക്കിന് ആ ഒരു ആജ്ഞ തലമുറ കാരണം അത് ഒരിക്കലും തടയപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇന്ന് ചാന്ദ് കാസിയുടെ ആജ്ഞയുണ്ടല്ലോ, ഇങ്ങനെ ആരും തടയരുത് എന്നുള്ളതിന് ഉം. വേണ്ടി അതിനൊരു ആ, എങ്ങനെ അതിന് പറയുക, അതിനൊരു ആ, ഉറപ്പ്. അടയാളം, ആ ഒരു ആജ്ഞ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അടയാളമായിട്ട് ചാന്ദ് കാസി ആ സമയത്ത് കൊടുത്തതാണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു സാധനം കണ്ടോ? ഉം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വയലിൻ പോലെ, വയലിന്റെ ഷേപ്പ് പോലെ ഉണ്ട്, അതിന്റെ അകത്തൊരു തിലകം പോലെ അല്ലെ? ഉം. അപ്പൊ പുറകില് ഇങ്ങനെ ഈ ചെന്നുവാ. ആ പുറകില് ഒന്ന് ചെന്നുവാപ്പിന്റെ രണ്ടെണ്ണം ഉണ്ട്. ആ പുറകില് ഈ ഒരു സംഭവം വയലിൻ കണ്ടിട്ടുണ്ട്. വയലിൻ വച്ചിരിക്കണതായിട്ടുണ്ട്. ആ അതുപോലെ പിന്നെ അതിനകത്തൊരു ഇതും തിലകവും കണ്ടില്ലേ? തിലകമുണ്ട്. ആ അപ്പൊ ഇത് ചാന്ദ് കാസിയുടെ സമയത്ത് ചാന്ദ് കാസിയുടെ ആ നിർദ്ദേശത്തിനെ, ആ ഒരു താക്കീതിനെ സൂചിപ്പിക്കുന്ന ഒരു വിജയ പതാകയായിട്ടാണ് ഇതിനെ കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഭക്തന്മാർ നമ്മൾ സങ്കീർത്തനത്തിൽ പോകുമ്പോൾ വാസ്തവത്തിൽ ഇത് പിടിച്ചുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്, ഉം. ഉം. ഓ ഈ സിമ്പൽ. ചാന്ദ് ഉം. കാസിയുടെ ഭക്തിയുത സേവനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു, അദ്ദേഹം നൽകിയ ആജ്ഞയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. വയലിന്റെ പുറത്ത് തിലകത്തിന്റെ അടയാളമുണ്ടല്ലേ? ആ തിലകത്തിന്റെ അടയാളമുണ്ട്. വയലിൻ അല്ല ഇത്, അതൊരു ഷേപ്പിൽ എങ്ങനെ ഷേപ്പാണ്. ആ വയലിനല്ല. ഓക്കെ. വയലിൻ അല്ല, ഞാൻ വയലിന്റെ ആകൃതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, വയലിൻ അല്ല അത്. അത് മരമായിരിക്കും അല്ലേ പ്രഭു? ആ മരത്തിന്റെ ഒരു എന്താണ്, ഒരു ഒരു രൂപം. പലകയുണ്ട് ആ ആ ഓക്കെ. ഷേപ്പില്. അതായത് ആ അതിന്റെ ഒരു പെർമിഷനെ കാണിക്കുന്ന പോലെ അല്ലെ, അതെ അനുവദിച്ച്. ആ കൃഷ്ണ പ്രഭു, ഈ നാദിയ ജില്ല ഇപ്പൊ ഇന്ത്യയിലാണോ അതോ ഉം. ബംഗ്ലാദേശിലാണോ? ആ മായാപ്പൂർ ഉള്ള ജില്ലയാണ് നദിയ ജില്ല. മായപ്പൂർ ഉള്ളത് ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഗോതുർമൈ. പ്രഭു അതെ ഇതിപ്പോഴും ആരെങ്കിലും ഇങ്ങനെ കൊണ്ടു നടക്കണ്ടോ ഇത് ഇങ്ങനത്തെ? ഉണ്ട്. ഇസ്കോണിന്റെ നമ്മൾ മായപ്പൂരിലൊക്കെ ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാം അത്. അതെ അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ. നമ്മളൊരു സങ്കീർത്തന ടീമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ വെക്കാം നമുക്ക്. അതെ അതെ. ആ ശരിയാ. ആ ഇന്ന് ജയമോഹൻ. നമ്മള് അതെ നിത്യാനന്ദ മഹാജൻ അല്ലേ?
ഹരേ കൃഷ്ണ. ശ്രീഗോവിന്ദ പ്രഭു അടുത്ത് മഹാരാജ് പറഞ്ഞില്ലേ ഒരു സങ്കീർത്തനം ടീമൊക്കെ ഉണ്ടാക്കാൻ. ഉണ്ടാക്കിയിരുന്നു പ്രഭു, ഉണ്ടാക്കി ഇവിടെ ചെയ്യുന്നുണ്ട്, സൺഡേയിൽ ചെയ്യുന്നുണ്ട്. സൺഡേ അപ്പൊ രാവിലെ. ഇങ്ങനെ അതെ അതെ, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കായിരുന്നു. നിത്യാനന്ദ നദിയ ഇതുണ്ടാക്കൂ പ്രഭു, ഇതും കൂടി ഉണ്ടാക്കിക്കോ. കേരളത്തിനൊരു മാതൃകയായിട്ട് പ്രഭു ഇതൊന്നും ഉണ്ടാക്കും ആദ്യം. ഷുവർ, ഉണ്ടാക്കാം പ്രഭു. അതിലെന്ത് ഇത് ആദ്യം നമുക്ക് കാർഡ്ബോർഡിലൊക്കെ ഉണ്ടാക്കിയാലും മതി, നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഉണ്ടാക്കിയിട്ട് സെന്ററിൽ തിലകം, പിന്നെ വടി, ഇതൊരാൾ പുറകിൽ പിടിച്ചോണ്ട് നടന്നാൽ മതിയല്ലേ? അതെ അതെ. അപ്പൊ നമ്മള് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല, ഇങ്ങനെ ഒച്ചയില് നാമം ജപിച്ച് നടക്കാൻ പാടില്ലെന്ന് പലപ്പോഴും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറുമ്പോ അനുഭവം കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് അപ്പൊ അല്ലെങ്കിൽ അവരെ ഉടനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വിളിച്ചു ചോദിക്കും. അപ്പൊ അവര് പറയും വിട്ടോളാൻ പറയും, കുഴപ്പമില്ലെന്ന് പറയും, നാമം ജപിക്കണമല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഈ ഇവര് എന്താ സെക്യൂരിറ്റിക്കാര് അതെന്താ ഇതെന്തിനാ ഇങ്ങനെ ഇവിടെ പോണേ, ഇതിലേ പോകാൻ പാടില്ല, ഇതിലേ പോകാൻ പാടില്ല. നമ്മള് അമ്പലത്തിൽ ചുറ്റും നാമം ജപിക്കുമ്പോ അവര് പറയും ഇങ്ങനെ. ഇപ്പൊ ഒന്നും പറയില്ല, പണ്ടൊക്കെ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഇത് പറഞ്ഞോണ്ട് ഇത് പിടിച്ചോണ്ട് പോയാൽ ചിലപ്പോ ഒരുപക്ഷെ അവര് ചോദിക്കില്ല. തീർച്ചയായിട്ടും പ്രഭു ഒന്ന് വെച്ച് നോക്കൂ. നല്ലൊരു ഇതാണ്. ഓക്കെ, ഹരേ ഓക്കെ, കൃഷ്ണ. നാളെ നിത്യാന്റെ ത്രയോദശിയാണ് അല്ലേ പ്രഭു? നിത്യാന്റെ ത്രയോദശി നാളെ. അതെ അതെ അതെ. ഇവിടെ കൊച്ചിയിലൊരു പ്രഭുപാദ് ഡിസൈപ്പിൾ വന്നിട്ടുണ്ട്, ലക്ഷ്മി മണി മാതാജി. അപ്പൊ മാതാജി വന്നിട്ട് വളരെ ഒരു സീനിയർ, ഇന്ന് ഞാനിവിടെ കുറച്ചു മുമ്പ് അവിടെ പോയിരിക്കായിരുന്നു, അവരോട് ചോദിക്കായിരുന്നു. പ്രഭുപാദിന്റെ കൂടെ ഇരുന്ന് പ്രഭുപാദിന്റെ കുറെ പാസ്റ്റ് ടൈംസ് നേരിട്ട് കണ്ട് മാതാജി പറയുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ലിങ്ക് ഇടുമോ? ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ, ഓൺലൈൻ വല്ല ഉണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് ഇടുമോ? ഓൺലൈൻ നമ്മൾ ലിങ്ക് ഇടാം. നമുക്ക് നാളത്തെ വൈകിട്ട് ക്ലാസ് ഉണ്ട്, സൺഡേ ഉച്ചയ്ക്ക് സൺഡേ ഫീസ്റ്റ് ക്ലാസ് മാതാജിയാണ്. ഇടാം, ലിങ്ക് ഇടാം അല്ലേ രാജേഷ്? 2 ദിവസത്തെ ഇടാം, നാളത്തെ ഇടാം, മറ്റന്നാളത്തെ ഇടാം. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹരിബോൾ. സമയം എപ്പോഴായിരിക്കുന്നു പ്രഭുജി? സമയം നാളെ വൈകുന്നേരം 6 മണിക്ക് ഒരു 7-7:30 സമയത്തായിരിക്കും ക്ലാസ് വരുന്നത്. വൈകുന്നേരം. മറ്റന്നാള് സൺഡേ ആണെങ്കിൽ 12 മണിക്ക് 12 to 1. നിത്യാനന്ദ. ഓക്കെ, ഹരിബോൾ. നാദീയ ഗോപി നിത്യാനന്ദ മഹാജൻ. ഹരേ കൃഷ്ണ. ഈ ലിങ്കിൽ കയറിയാ കിട്ടുമോ? ഈ ലിങ്കിൽ കിട്ടും. വേറെ ലിങ്ക് ഇടാം. അല്ലെങ്കിൽ ഈ ലിങ്കിൽ ഇതില് ലൈവ് വരും ആ സമയം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോ. ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്ത വൃന്ദ की जय. प्रभुपाद की जय. गुरुदेव की जय. निताय गौर ब्रह्मानंदे. हरि